രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സജീവമാക്കാൻ ഗ്രൂപ്പ് യോഗം വിളിച്ച് ഷാഫി പറമ്പിൽ എം പി. കംബോഡിയയിൽ നേതാവുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ തായ്ലൻഡ് പ്രധാനമന്ത്രിയെ പുറത്താക്കി ഭരണഘടനാ കോടതി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സജീവമാക്കാൻ നീക്കവുമായി ഷാഫി പറമ്പിൽ എം പി. ഇതിന്റെ ഭാഗമായി പാലക്കാട് എ ഗ്രൂപ്പ് യോഗം ചേർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വിവിധ സ്ത്രീകൾ ലൈംഗിക ആരോപണം ഉയർത്തിയതിനെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അദ്ദേഹം അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. പ്രതിഷേധം ഭയന്നാണ് രാഹുൽ പാലക്കാട് എത്താത്തത്. മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടു നിന്നാൽ പ്രതിസന്ധിയാവുമെന്ന് യോഗം വിലയിരുത്തി. KPCC ജനറൽ സെക്രട്ടറി P ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം. കംബോഡിയയിൽ നേതാവുമായുള്ള ഫോൺ സംഭാഷണത്തിലെ പരാമർശങ്ങളുടെ പേരിൽ തായ്ലൻഡ് പ്രധാനമന്ത്രി പയേതുങ്താൻ ഷിനവ്രതയെ ഭരണഘടനാ കോടതി പുറത്താക്കി. പയേതുങ്താൻ ധാർമ്മികത ലംഘിച്ചെന്ന് കോടതി വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ചില്ല. രാജ്യത്തേക്കാൾ സ്വന്തം താല്പര്യങ്ങൾക്കാണ് അവർ മുൻഗണന നൽകിയത്, കോടതി വിധിയിൽ പറഞ്ഞു. റിപ്പോർട്ടർ TV തൃശൂർ ബ്യൂറോ ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തൃശൂർ അസംബ്ലി പ്രസിഡന്റ് K സുമേഷ്, വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൗരാഗ്, നിഖിൽ ദേവ്, അമൽ ജെയിംസ് എന്നിവരാണ് ഓഫീസ് ആക്രമിച്ചത്. ഓഫീസിന്റെ ചുമരുകളിലും പടികളിലും പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു. ഓഫീസിലെ കാറിൽ കൊടിയും നാട്ടി. കളമശ്ശേരിയിൽ വാഹനത്തിൽ നിന്ന് ലോഡ് ഇറക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശി അനിൽ പട്നായക് ആണ് മരിച്ചത്. കളമശ്ശേരിയിലെ ഗ്ലാസ് ഫാക്ടറിയിലേക്ക് ഗ്ലാസ് ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കെട്ടുപൊട്ടിക്കുന്നതിനിടെ 18 ഗ്ലാസുകൾ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. IPC 336, 338 വകുപ്പുകൾ ചുമത്തിയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. രാജീവ് കുമാർ മാത്രമാണ് കേസിൽ പ്രതി. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജു നൽകിയ ഹർജി കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പക്ഷപാതപരമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് കാട്ടിയായിരുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയ എന്ന തരത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും ഫോൺ രേഖകളടക്കം ഹാജരാക്കിയിട്ടില്ലെന്നും അന്വേഷണം പൂർണ്ണമല്ലെന്നും കുടുംബം ആരോപിച്ചു. കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും തുടരന്വേഷണ ഹർജി നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചിരുന്നു. സ്കൂൾ പരിസരത്തേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് നിരോധനം ഏർപ്പെടുത്തി UAE വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികളുടെ കൈവശം ഫോൺ കണ്ടെത്തിയാൽ അത് പരിശോധിക്കുന്നതിനും കണ്ടുകെട്ടുന്നതിനും വ്യക്തമായ നിയമങ്ങളും മന്ത്രാലയം കൊണ്ടുവന്നിട്ടുണ്ട്. ഫോൺ കൊണ്ടുപോകുന്നത് മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കുകയും സുരക്ഷിതമായ പഠന അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയുമാണ് നടപടിയുടെ ലക്ഷ്യം. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച്. അടൂരിലെ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. നാളെയാണ് രാഹുലിന് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. 520 രൂപയുടെ വർധനമാണ് ഇന്ന് സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് 75,760 രൂപയിലാണ് 1 പവൻ സ്വർണത്തിന്റെ വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 9,470 രൂപയാണ് ഇന്നത്തെ വില. ഇസ്രയേൽ ആക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽവാസി കൊല്ലപ്പെട്ടതായി യമനി മാധ്യമങ്ങൾ. യമന്റെ തലസ്ഥാനമായ സനയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹൂതികൾ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.